മുറുക്കാൻ തീറ്റി നിർത്തി ഇപ്പൊ ബീഡി വലിയേ ഉള്ളു. 2 ബീഡി എടുക്കട്ടെ. മനുഷ്യ, നിങ്ങൾ ഒറ്റൊരാള് കാരണമാണ് നമ്മുടെ കൊച്ചിന്റെ മേത്ത് ഇപ്പൊ ബാധ കയറിയത്. ഞാൻ എന്തോ ചെയ്ത്? നിങ്ങൾ എന്തോ ചെയ്തെന്നോ? ഞാൻ പണ്ടേ നിങ്ങളോട് പറഞ്ഞതാണ് കണ്ണി കണ്ട സിനിമാക്കാർക്കൊന്നും ഈ വീട് വാടകയ്ക്ക് കൊടുക്കണ്ടെന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായി? അവസാനം സിനിമയിൽ ചാൻസ് കിട്ടാതായപ്പോ അവൻ ഇവിടെ കെട്ടി തൂങ്ങി അങ്ങ് മരിച്ചു. ഇപ്പൊ എല്ലാ വെള്ളിയാഴ്ച നമ്മുടെ മോളുടെ മേത്ത് ഓരോ സിനിമാ ബാധയായിട്ട് കയറിക്കൊണ്ടിരിക്കുക. അയ്യോ ചേട്ടാ, ഇതെന്താ ഈ വെള്ളിയാഴ്ച മാത്രം നമ്മുടെ മോളുടെ മേത്ത് ബാധ കയറുന്നേ? എടി ഈ വെള്ളിയാഴ്ച പുതിയ പുതിയ സിനിമകൾ ഇറങ്ങുന്നേ. പക്ഷെ എന്റെ സംശയം ഇതൊന്നല്ല. ഈ ബാധ എന്താ എന്റെ മേത്ത് കയറാത്തെ? എടി ഒരു ബാധയുടെ പുറത്ത് വേറൊരു ബാധ കേറൂലടി. ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? ഞാൻ ആ വെള്ളിയാഴ്ചക്കാരനെ വിളിക്കട്ടെ. പിന്നെ ശനിയാഴ്ചക്കാരെ അണ്ണാച്ചേപ്പടി ഞാൻ അരിക്കലത്തിലാണ് വിളിച്ചിരിക്കുന്നത്. പിന്നെയാണ് വെള്ളിയാഴ്ചക്കാരെ അണ്ണാച്ചി. അതല്ല, നമ്മളുടെ മോളുടെ മേത്ത് ബാധ കയറുമ്പോ ഒഴിപ്പിക്കാൻ വരുന്ന ഒരു വെള്ളിയാഴ്ച കാവിലെ കൂടോത്രക്കാരനില്ലേ, അങ്ങനെ വിളിച്ചാലോന്ന്. പിന്നെ ഞാൻ വിളിക്കൂല. എന്താ? കൂടോത്ര മന്ത്രവാദം പറഞ്ഞ സ്വത്തിന്റെ പകുതി അടിച്ചോണ്ട് പോയി. ഇപ്പൊ സെറ്റിട്ട് ഈ വീട് മാത്രം. പിന്നെ എന്ത് ചെയ്യാനാ? എടി ഞാൻ വേറൊരാളെ വിളിച്ചിട്ടുണ്ട്. അയാള് കോജോ ബോർഡിൽ ഓജോ ബോർഡിൽ എടുത്തവരാണ്. നിസാരക്കാരനൊന്നും അല്ല. ഇപ്പൊ വരും, നീ കണ്ടോ? ഒരു മിനിറ്റ് മോളെ. അയ്യോ, എന്തോ ഏട്ടാ നമ്മുടെ മോക്ക് പറ്റിയേ? എടി എന്റെ മോളല്ല. ഞാൻ മനുഷ്യ അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. അയ്യോ അതല്ലെന്ന്. എടി നമ്മളെ മോളുടെ ശരീരത്തിൽ വേറൊരു ബാധ കയറിയിരിക്കല്ലേ. അപ്പൊ അങ്ങനെ വിളി. കുഞ്ഞേ. അയ്യോ മക്കളെ, മക്കളുടെ കൂട്ടുകാരിയുടെ പടം ഉണ്ട് ഇപ്പൊ അമൃത ടിവിയില്, ആകാശഗംഗ. പോയി കാണണ്ട മക്കളെ, ചെല്ല്. പല്ലൂട്ടില് പോയി കാണണ്ട. അയ്യോ ഭഗവാനെ.